കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിലെ 31-ാം അധ്യായത്തിൽ ജീവന്റെ പുനർജന്മാദി ക്ലേശങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ പറയുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പാപകർമ്മങ്ങൾ ചെയ്തതായിട്ടുള്ള അസന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു ജീവൻ ചെയ്ത ഫലങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി, ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി നരകലോകങ്ങളിൽ പോയി ആ നരകദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് കർമ്മശേഷങ്ങളുണ്ടെങ്കിൽ തിര്യക് യോനികളിലും മറ്റുമൊക്കെ ജനിച്ച് വീണ്ടും ഒരു മനുഷ്യ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യവും, ഗർഭത്തിലൂടെ പ്രസവം വരെയും അല്ലെങ്കിൽ ബാല്യാവസ്ഥ വരെയുമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം കണ്ടത്. പുണ്യപാപങ്ങൾ ഏതാനും സമാനമാകുമ്പോഴാണ്, തുല്യമായി തീരുമ്പോഴാണ് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. കാരണം പുണ്യം വളരെ കൂടുതലാണെങ്കിൽ ദേവാദി യോനികളിലായിരിക്കും ശരീരമുണ്ടാവുക. അവർക്കും ശരീരമുണ്ട്. ഇനി പാപമാണ് കൂടുതൽ എങ്കിൽ ആ പാപവാസനകൾക്കനുസരിച്ച്, അതിൻ്റെ അളവനുസരിച്ച്, തോതനുസരിച്ച് ഒന്നുകിൽ മൃഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്ഥാവരങ്ങളായിട്ടോ ഒക്കെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നളകൂപരന്മാർ ചെയ്തതായിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവരെ 2 നീർമരുത് വൃക്ഷങ്ങളായി തീരാൻ വേണ്ടി നാരദൻ ശപിക്കുന്നതായ കാര്യം നാം കേട്ടിട്ടുണ്ട് ദശമസ്കന്ധത്തിൽ. അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെയ്ത തെറ്റിന്റെ ഫലം മഴയും വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് നിസ്സഹായരായി എവിടേക്കും ചലിക്കാൻ കഴിയാതെ അവിടെ ആ പാപത്തിന്റെ ഫലം അനുഭവിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തുക എന്നുള്ളതാണ്. ശിക്ഷയാണത്. കൊടും വെയിലത്ത് വൃക്ഷങ്ങൾക്കും ചൂടുണ്ടാവും, വെള്ളം കിട്ടാതെ അതിന്റെ ഇല പൊഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തണലുള്ള സ്ഥലത്തേക്കോ മറ്റോ മാറി നിൽക്കുന്നു. എന്നാൽ അവയ്ക്ക് എവിടേക്കും സഞ്ചരിക്കാൻ സാധിക്കില്ല. ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ഇനി അവയിലും എല്ലാറ്റിലും ഈ പുണ്യപാപങ്ങളുടെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. സ്ഥാവരങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മരങ്ങളിൽ തന്നെ ഏറ്റവും പാപം കൂടുതലുള്ളതാണ് ഈ മുള്ളുവൃക്ഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഒരു പ്രയോജനവുമില്ലാത്ത മുള്ളുവൃക്ഷങ്ങളായി വന്ന്, നമ്മൾ പറയാറുണ്ടല്ലോ, കാക്കയ്ക്ക് ഇരിക്കാൻ തണല് പോലും നൽകാത്തതായിട്ടുള്ള വൃക്ഷങ്ങൾ. പുണ്യത്തിലൂടെയാണല്ലോ മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവന് ഉന്നതി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നന്മ കിട്ടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആ മരങ്ങൾ ഒരാൾക്ക്, ഒരു ജീവനെങ്കിലും ഒരു തണല് കൊടുക്കുകയോ അതിലെന്തെങ്കിലും ഒരു പഴമുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ജീവിക്ക് ഭക്ഷണത്തിന് പ്രയോജനപ്പെടുകയോ അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവസാനം വിറകിന് എന്തെങ്കിലും പ്രയോജനപ്പെടുകയോ ഒന്നും ചെയ്യാതെ പോകുന്നതായിട്ടുള്ള വൃക്ഷങ്ങളും കാണാം. എന്നാൽ അതേസമയം ഇടത്തരമായിട്ട് പ്ലാവ്, മാവ് തുടങ്ങിയതായിട്ടുള്ള വൃക്ഷങ്ങളുണ്ട്. അതിൻ്റെ പഴം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നു. അവ ധാരാളം തണല് നൽകുന്നു. മനുഷ്യനാണെങ്കിലും അതുപോലെ തന്നെ അണ്ണാൻ തുടങ്ങി ഒരുപാട് ജീവികൾക്ക്, ഒരുപാട് പക്ഷികൾക്ക് കൂട് ഉണ്ടാക്കുന്നതിനും ഒരുപാട് പക്ഷികൾക്ക്
ഭക്ഷണത്തിന് വേണ്ടി ചക്കയായിട്ടും മാങ്ങയായിട്ടും ഒരുപാട് മനുഷ്യരുടെയാണെങ്കിലും മറ്റു ജീവികളുടെയാണെങ്കിലും വയറ് നിറയ്ക്കാൻ പ്രയോജനപ്പെടുന്നതായിട്ടുള്ള പുണ്യപ്രവൃത്തി ആ മരത്തിലൂടെ നൽകപ്പെടുന്നുണ്ട്. എന്നാൽ ഒരുപാട് പുണ്യമുണ്ടാകുന്ന സമയത്ത്, എന്നാൽ മൃഗങ്ങളുടെ തലത്തിലേക്കുള്ള പുണ്യം വർദ്ധിച്ചിട്ടുമില്ല എന്ന് വരുന്ന സമയത്ത് ദേവവൃക്ഷങ്ങൾ, അരയാല് പോലുള്ളതായിട്ടുള്ള പുണ്യവൃക്ഷങ്ങളായിട്ട് മാറുന്നു. ദൈവിക ഗുണങ്ങളുള്ള വൃക്ഷങ്ങളായി പരിഗണിക്കപ്പെടുന്നു. പിന്നീട് ആ പുണ്യത്തിനനുസരിച്ച് ഒന്നുകിൽ മൃഗങ്ങളിലേക്ക് വരാം, മനുഷ്യരിലേക്ക് വരാം. മൃഗങ്ങളിലും അങ്ങനെയാണ്. ഈ ക്രൂരമൃഗങ്ങളായി അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന മൃഗങ്ങളായി മൃഗങ്ങളെ നാം കാണാറുണ്ട്. അവ പാപവാസനകൾ കൂടുതലുള്ളത് ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതായിട്ടുള്ള ജീവികൾ. എന്നാൽ പുണ്യം വർദ്ധിച്ച സമയത്തുള്ള ജീവികളാണെന്നുണ്ടെങ്കിൽ പശു, അതുപോലെ ആട്, എരുമ തുടങ്ങി മനുഷ്യർക്കും മറ്റുമൊക്കെ അവരുടെ ജീവിതത്തിന് സഹായകരമാകുന്ന മൃഗങ്ങളായി മാറുന്നു. കൂടെയുള്ള ആളുകൾക്ക് കൃഷിക്ക് സഹായിക്കാനും അതുപോലെ തന്നെ പാല് നൽകി അവരുടെ ഒരു കുടുംബത്തിന്റെ ഉപജീവനമായി മാറാനും ഒക്കെ പ്രയോജനപ്പെടുന്ന മൃഗങ്ങളെയും നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള മൃഗങ്ങൾ പുണ്യം വർദ്ധിക്കുന്ന സമയത്തായിത്തീരുന്നു. പിന്നീട് ഏകദേശം പുണ്യപാപങ്ങൾ സമാനമായി തീരുമ്പോൾ മനുഷ്യരായിത്തീരുന്നു. ഏകദേശം സമാനമെന്ന് പറയാൻ കാരണം മനുഷ്യരിലും ഈ പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറവുകളുണ്ട്. മനുഷ്യനായി ആകാനുള്ള ഒരു പുണ്യമുണ്ടായി, ഏകദേശം 50% അല്ലെങ്കിൽ ഒരു നിശ്ചിത മാർക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പണ്ട് ഈ പരീക്ഷയ്ക്ക് അങ്ങനെയാണ്, പാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടല്ലോ പരീക്ഷയ്ക്ക്. ഈ പാസ് മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നവനും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവനാണ്. ടോപ്പായിട്ട് ജയിക്കുന്നവൻ, ഇന്നത്തെ ഭാഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിക്കുന്നവനും 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ജയിച്ചതാണ്. അപ്പോൾ 10ാം ക്ലാസ് ജയിച്ച് അടുത്ത 11ലേക്ക് അഡ്മിഷന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥിയിൽ കഷ്ടിച്ച് പാസ്സാകുന്നവനുണ്ട്, ഏറ്റവും ടോപ്പറായിട്ടുള്ള ആളുമുണ്ട്. രണ്ടുപേരും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യജന്മത്തിലേക്ക് വന്നു കഴിഞ്ഞാലും കഷ്ടിച്ച് കയറി വന്നിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ പാപം വളരെ കൂടുതലുണ്ട്, പുണ്യം വളരെ കുറവാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് മനുഷ്യനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ പാപ ജീവന്മാരായിട്ട് മാറുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള മനുഷ്യരായിട്ടുണ്ടെങ്കിലും അസാൻമാർഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന മനുഷ്യരെ നമുക്ക് കാണാം. എന്നാൽ അതേസമയം മനുഷ്യരിലും പുണ്യാത്മാക്കളായിട്ടുള്ള എത്രയോ ജീവന്മാരുണ്ട്. ഈശ്വരതുല്യമാണ് എന്ന് പലപ്പോഴും പറയുന്ന തരത്തിലുള്ള ജീവന്മാരെ മനുഷ്യരെ നമുക്ക് കാണാമല്ലോ. എന്താണ് ഈ മനുഷ്യന്മാരുടെ ഈ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ കാരണം? ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം വിശകലനം ചെയ്യുന്നത്. എല്ലാവരും മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരുടെ ഈ സ്വഭാവ വൈചിത്ര്യമുണ്ടാകുന്നു? എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൂടാ? അവിടെയാണ് ഈ കർമ്മവാസനകൾ എന്നുള്ളതിന്റെ സാധ്യത വരുന്നത്. അവരവർ ആർജിച്ചതായിട്ടുള്ള ആ കർമ്മവാസനകൾ, അത് പുണ്യമാണെങ്കിൽ പുണ്യസംസ്കാരം ആ ജീവനുണ്ടാകുന്നു, അല്ല പാപവാസനകളാണെങ്കിൽ ആ പാപസംസ്കാരമാണ് അവരിൽ മുന്നോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രബലമായി നിൽക്കുക. ആ പാപവാസനകൾക്കനുസരിച്ചിട്ടുള്ള സംസ്കാരമായിരിക്കും അവരിൽ ഉണ്ടാവുക. ആ സംസ്കാരത്തിനനുസരിച്ച് അതിനനുരൂപമായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നു. അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള ദുഷ്പ്രവർത്തികളിൽ അവരെ അറിയാതെ തന്നെ ഏർപ്പെടുന്നു. നമ്മുടെ സംസ്കാരം നമ്മളെ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. വായുർ നാവമിവംഭസി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണോ പണ്ടത്തതായിട്ടുള്ള ഈ പായ്ക്കപ്പലിനെ, പായ്ക്കപ്പൽ നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കില്ല, കാറ്റാണ് അതിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. നമുക്കാകെ ചെയ്യാൻ കഴിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റ് അനുകൂലമായിട്ടുള്ള ദിശയിലാണെങ്കിൽ ആ പായ്ക്കപ്പലിന്റെ പായ് ഉയർത്തിക്കെട്ടുക,
അല്ല, കാറ്റ് പ്രതികൂലമാണെങ്കിൽ പായ്ക്കപ്പലിന്റെ പായ താഴ്ത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. എങ്ങനെയാണോ കാറ്റ് ആ തോണിയെ അല്ലെങ്കിൽ ആ കപ്പലിനെ, പായ്ക്കപ്പലിനെ കാറ്റിൻ്റെതായിട്ടുള്ള ദിശയിലേക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയിട്ട് ആ കപ്പലിനെ വലിച്ചു കൊണ്ടുപോകുന്നത്, ഇതുപോലെ ജീവന്റെ സംസ്കാരം, ആ സംസ്കാരം ജീവൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സംസ്കാരത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് പല മനുഷ്യരും നിസ്സഹായരായിട്ടാണെങ്കിൽ കൂടി പല പ്രവൃത്തികളും ചെയ്യാൻ ഇടവരുന്നത്. പുണ്യ സംസ്കാരമുണ്ട് എന്നുണ്ടെങ്കിൽ, പുണ്യവാസനകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതിനനുസൃതമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം നമുക്കുണ്ടാകുന്നു. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നു. അത് വണ്ട് പൂന്തോട്ടത്തിൽ എത്തിച്ചേരുന്നത് പോലെയാണ്. വണ്ടിനെ ആരും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടല്ല എത്തിച്ചേരുന്നത്. പക്ഷേ ആ വണ്ടിന് അതിന്റെ ഗന്ധമറിഞ്ഞ് എത്താൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ളതായ ആ സംസ്കാരം അതിനനുസൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കും നമ്മളെ. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം പുണ്യപാപങ്ങൾ സമാനമായി തീരുമ്പോഴാണ് മനുഷ്യജന്മം ലഭ്യമാകുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം അതിൻ്റെ ആ പുണ്യപാപങ്ങളുടെ ഒരു തുലനം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഗർഭസ്ഥനായിട്ടുള്ള ആ ശിശു ഇന്നലെ പറഞ്ഞു, കേവലം ഒരു കുമിളയായിട്ടാണ് രൂപപ്പെടുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ. അച്ഛൻ്റെ അമ്മയുടെയും ശുക്ലശോണിതങ്ങൾ കൂടിച്ചേർന്ന് രക്തമായിട്ട് ഒരു ദിവസം ഇരിക്കുന്നു, പിന്നീട് ഒരു ബുദ്ബുദമായിട്ട് വരുന്നു, പിന്നീട് ഒരു കർക്കന്തുവായിട്ട് അല്ലെങ്കിൽ ഒരു എലന്തക്കുരു പോലെ ആയിട്ട് മാറുന്നു. അതൊന്നും അറിയാൻ സാധിക്കില്ല. ഉദരത്തിൽ, ഗർഭാശയത്തിൽ അങ്ങനെയുള്ള ഒരു ചെറിയ സൂക്ഷ്മരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് സാമാന്യമായിട്ടും അറിയാൻ സാധിക്കുന്നത്. കാരണം 3 മാസം ആകുമ്പോഴേക്കും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അത് തയ്യാറാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ക്രമേണ 7 മാസം വരെ ആകുന്നു. 7 മാസം വരെ ആകുമ്പോഴേക്കും 6-ാം മാസത്തിൽ തന്നെ ഗർഭോദരത്തിൽ ജരായു അല്ലെങ്കിൽ മറുപിള്ള എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ആവരണം കൊണ്ട് മൂടപ്പെടുന്നു. ആ ആവരണത്തിനുള്ളിലാണ് പിന്നീടുള്ള ശയനം. 7-ാമത്തെ മാസമാകുമ്പോഴേക്കും ഈ സൂതി മരുതനൊക്കെ അല്ലെങ്കിൽ ആ ഉള്ളിലുള്ളതായിട്ടുള്ള വായു ഈ കുഞ്ഞിനെ ചലിപ്പിക്കാൻ തുടങ്ങും. മാത്രമല്ല ആ അമ്മയുടെ ഗർഭത്തിന്റെ ഉദരത്തിൽ ഈ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കാൻ തുടങ്ങും. ഒപ്പം 7-ാമത്തെ മാസമാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം, അനങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിലും, അതായത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കാനോ ഒന്നിനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിലും ബോധമുണ്ടാകും എന്ന് പറഞ്ഞു. തന്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച്, താൻ ഇപ്പം അനുഭവിക്കാൻ ഇടവന്നിട്ടുള്ള തന്റെ പഴയകാല കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ ഓർമ്മ വരുന്നതായിട്ടുള്ള ആ ജീവൻ, ജന്തു, അതുകൊണ്ടാണ് ജന്തു എന്ന് പറഞ്ഞിട്ടുള്ളത്, ജീവൻ എന്നുള്ള അർത്ഥത്തിൽ. താൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനെ, വലിയ നരകത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അമ്മയുടെ ഗർഭോദരത്തിലുള്ളതായ ആ ജഠരാഗ്നിയുടെ താപം, അതുപോലെ തന്നെ അവിടെയുള്ളതായിട്ടുള്ള കൃമികളുടെയൊക്കെ ആ ദംശനം, ഇതിൻ്റെയൊക്കെ പീഡ, ഇടയ്ക്കിടയ്ക്ക് ബോധം കെടുന്നു എന്നൊക്കെ പറഞ്ഞു. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ അമ്മ കഴിക്കുന്നതായിട്ടുള്ള എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള ആ ഭക്ഷണത്തിൻ്റെ രസം വന്ന് തൻ്റെ ദേഹം മുഴുവൻ ചുട്ടു നീറുന്നതായിട്ടുള്ളൊരവസ്ഥ. ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ കോമളമായിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ. ശരിക്കും ഇപ്പോഴാണോ നരകം, മുൻപ് അനുഭവിച്ചതാണോ നരകം എന്നുള്ള രീതിയിൽ വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കരുണാമയനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ നമസ്കരിക്കുന്നു ഞാൻ. കാരണം എത്രയൊക്കെ അന്യായങ്ങൾ പ്രവർത്തിച്ചിട്ടും വീണ്ടും എനിക്കൊരു മനുഷ്യജന്മം അങ്ങ് തന്നുവല്ലോ. ഈ ജന്മത്തിലെങ്കിലും നന്നാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കരുതലോടുകൂടിയാണല്ലോ അങ്ങ് എനിക്ക് വീണ്ടും ഒരു മനുഷ്യ ശരീരം തന്നത്. അങ്ങനെ തന്നതായിട്ടുള്ള ഭഗവാനെ, അതിനുള്ള യോഗ്യതകളൊന്നും ഇല്ലെങ്കിലും വീണ്ടും ഒരു മനുഷ്യ ശരീരം തന്ന് എന്നെ അനുഗ്രഹിച്ചതായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു.
എന്റെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു ശരീരം എല്ലാ രീതിയിലും കുറവുകളില്ലാതെ തന്നതായിട്ടുള്ള അങ്ങേക്ക് ഞാൻ എന്റെ കൂപ്പുകൈ സമർപ്പിക്കുകയല്ലാതെ എന്താണ് ഞാൻ ചെയ്യാൻ സാധിക്കുക എനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ഭഗവാനെ, ഞാൻ ഈ ഗർഭത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ചോദിക്കുന്നു, ഭഗവാനെ ഇവിടെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം വിൺമൂത്ര കൂപപതിത ഭൃഷതത്വദേഹ, ഈ മലമൂത്രങ്ങളുടെയൊക്കെ ഭണ്ഡാരമായിട്ടുള്ള ഇവിടെ കിടന്ന് എങ്ങനെയാ ഭഗവാനെ ഞാനിതൊക്കെ സഹിക്കുക? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഒപ്പം അമ്മയുടെ ആ ജഠരാഗ്നി, അതിൻ്റെതായിട്ടുള്ള താപം, ഇതൊക്കെയായിട്ട് മറ്റ് കൃമികളെപ്പോലെ ഒരു പുഴുവായിട്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇവിടെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ. നിർവാസ്യതയെ കൃപണധീർ ഭഗവാൻ കഥാനു. ഭഗവാനെ, ഞാൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഭഗവാനെ എനിക്ക് ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തു വരാൻ സാധിക്കുക? ഇവിടുത്തെ ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം ഈ കൃമികളുടെ ദംശനവും അതുപോലെ തന്നെ ഈ മലമൂത്ര ഭണ്ഡാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള അവസ്ഥയും സഹിക്കാൻ കഴിയുന്നില്ല. എപ്പോഴാ ഭഗവാനെ അങ്ങ് എന്നെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കുക? അതിനുശേഷം പറയുന്നുണ്ട്, എന്നാൽ ഭഗവാനെ, അങ്ങയെ നമസ്കരിക്കുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങ് ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നതിനുള്ളതായ എനിക്കിപ്പോഴാ ജ്ഞാനവും തന്നു. എന്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ജ്ഞാനങ്ങളൊക്കെ തരികയും ചെയ്തു. ഇതൊക്കെ ചെയ്തു തന്നതായിട്ടുള്ള ഈ ഉപകാരത്തിന് എനിക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യാൻ സാധിക്കുക? ഭഗവാനെ, നേരത്തെ പറഞ്ഞു എന്നെ ഇവിടുന്ന് ഒന്ന് പുറത്താക്കണേ എന്ന് പറഞ്ഞു. ഞാനതിനൊരു തിരുത്തു വരുത്താം. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വരുന്നില്ല ഭഗവാനെ എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതൊരു അന്ധകൂപ തുല്യമാണ്. ഈ അന്ധകൂപ തുല്യമായിട്ടുള്ള ഇവിടെ നിന്നും ബഹിർലോകത്തേക്ക്, അതിലും വലിയതായിട്ടുള്ള ദുഃഖമാണ് പുറത്ത്. ആ സംസാരത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വിഷയാന്ധകൂപമാണ് അവിടെയുള്ളത്. വിഷയങ്ങളാകുന്ന അന്ധമായിട്ടുള്ള കൂപത്തിലേക്ക് ആസക്തിയോടുകൂടി പതിക്കാനാണ് ഈ സംസാരത്തിലേക്ക് ഞാൻ പോകാൻ പോകുന്നത്. അവിടേക്ക് ഭഗവാനെ ഞാൻ ഈ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. കാരണം ലോകത്തുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അതിലും ഭേദം ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഈ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം പല ചിന്തകളും കൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ കൂടിയിട്ട് അതൊക്കെ അങ്ങയെ മറന്ന് വീണ്ടും ഈ വിഷയങ്ങളുടെ പിന്നാലെ പോവുകയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്റെ കർമ്മദോഷങ്ങളാണ്. അങ്ങനെയുള്ള അസത് കർമ്മങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ് പുറമെയുള്ള ആ സംസാര ദുഃഖങ്ങൾ അല്ലെങ്കിൽ സംസാര വിഷയങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ ഗർഭത്തിൽ നിന്ന് പുറത്തു വരാനേ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. കാരണം ബാഹ്യലോകത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ ആ ശക്തിയായിട്ടുള്ള മായ എന്നെ വന്ന് ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും 10 മാസമാകുമ്പോഴേക്കും, ഈ 10 മാസം എന്ന് പറയുന്നത് ചാന്ദ്രമാസത്തിന്റെ കണക്കാണ്. ശരിക്ക് 9 മാസം കുറച്ച് ദിവസങ്ങൾ, 9 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. എന്നാൽ ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് 10 മാസം എന്നുള്ളത് ചാന്ദ്രമാസത്തിന്റെ കണക്കാണ് പറയുന്നത്, സൂര്യമാസമല്ല. നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ നമ്മൾ സൗരമാസത്തെയാണ് എടുക്കുന്നത്. അത് ചിലപ്പോൾ 30 ഉണ്ടാകാം, 31 ഉണ്ടാകാം. അങ്ങനെയാണല്ലോ കർക്കിടക മലയാള മാസങ്ങളൊക്കെ 30ഉം 31ഉം ഒക്കെ ആയിട്ട് വരുന്നത്. എന്നാൽ ചാന്ദ്രമാസമാണ് നമ്മൾ നക്ഷത്രങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 27 ദിവസങ്ങളാണ് ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത്. ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗർഭം പൂർണ്ണമാകുന്നത് 10 മാസം കൊണ്ടാണ്. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. ഏതാണെങ്കിലും അവിടെ നിന്ന് പിന്നീട് വന്ന് ജനിച്ചു കഴിഞ്ഞാലും അമ്മയുടെ മലമൂത്രങ്ങളിലും രക്തത്തിലുമൊക്കെയാണ് ഒരു പുഴുവിനെ പോലെ വീഴുന്നത്. പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, രക്തം ഉണ്ടാവും, ചിലപ്പോൾ മലമൂത്രങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ അതിൽ വരുന്നു. പിന്നീട് ആ പ്രസവിക്കുന്ന സമയത്തുള്ള ക്ലേശത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. തന്റെ ജ്ഞാനം മുഴുവൻ നഷ്ടമാകുന്നു. പിന്നീട് തന്റെ തന്നെ മലമൂത്രങ്ങളിൽ കിടന്ന് ഉരുളാനും മറ്റുമൊക്കെ തുടങ്ങുന്നു. ഒരു പുഴുവിനെ പോലെയാണ് അവിടുത്തെ ചേഷ്ട. കിടന്ന് ഇഴയാൻ പോലും ആകുന്നില്ല. ആദ്യം കിടത്തിയെടുത്ത് കിടക്കുക എന്നല്ലാണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. ആകെ സാധിക്കുന്നത്
കരയാൻ മാത്രമാണ്. പിന്നെയോ മൂട്ട തുടങ്ങിയിട്ടുള്ള ജന്തുക്കൾ, പേൻ, ഉറുമ്പ് തുടങ്ങിയതൊക്കെ വന്ന് കടിക്കുക, അരിക്കുക തുടങ്ങിയ സമയത്ത് ദേഹത്ത് ചൊറിയുന്നുണ്ടെങ്കിൽ ആ ശരീരഭാഗം ഒന്ന് ചൊറിയാൻ പോലും സാധിക്കുന്നില്ല. ആ സ്ഥലത്തു നിന്നൊന്ന് എണീറ്റ് മാറണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നില്ല. ഇതൊക്കെ ആ കുട്ടിക്കുള്ളിൽ ബോധം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. താൻ കിടക്കുന്നതായിട്ടുള്ള, നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ മലമൂത്രത്തിൽ കിടന്ന് ഇഴയാൻ. എന്നാൽ താൻ മലത്തിലാണ്, മൂത്രത്തിലാണ് കിടക്കുന്നത് എന്ന് അറിയാം. തന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്നറിഞ്ഞാലും കിടന്ന് കരയാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ അല്ലാതെ അവിടുന്ന് ഒന്ന് മാറി നടക്കാൻ പോലും, മാറിക്കിടക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ശൈശവം, ബാല്യം, കൗമാരം, ആ സമയത്തും ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞു. പിന്നീട് പതുക്കെ പതുക്കെ യൗവനത്തിലേക്ക് പ്രവേശിക്കും. യൗവനത്തിലാണെന്നുണ്ടെങ്കിൽ ദുരാപൂരങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക. യൗവനാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും തന്റെ ശരീരത്തിൽ ഞാനെന്നും എന്റേതെന്നൊക്കെയുള്ളതായ ചിന്തകൾ കയറി വരുന്നു. അപ്പോഴേക്ക് പിന്നെ തന്നോട് വേണ്ടപ്പെട്ടതായിട്ടുള്ള ആളുകളോട് ദേഷ്യം വരുന്നു. യൗവനത്തിലാണെന്നുണ്ടെങ്കിൽ താൻ വിചാരിക്കുന്നതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ താൻ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കാത്തതിനും തനിക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരുന്നതിനൊക്കെ കാരണം തന്റെ പൂർവ്വകർമ്മങ്ങളാണ് എന്നറിയാതെ മറ്റുള്ളവരോട് കോപിക്കാനും അവരോട് വൈരം പുലർത്താനും ഒക്കെ തുടങ്ങും. അങ്ങനെ ദുരഭിമാനവും കോപവും ഒക്കെ കൂടുതലായിട്ട് ആ കാമിയായിട്ടുള്ള പുരുഷൻ മറ്റ് കാമികളിൽ ആത്മനാശത്തിന് വേണ്ടിയിട്ട് കലഹം ചെയ്യാൻ തുടങ്ങും. സഹദേഹേന മാനേന വർദ്ധമാനേന മഞ്ഞുന, ദേഹാഭിമാനം മുഴുത്തു നിൽക്കും യൗവനാവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആ ദേഹാഭിമാനത്തിന് വിരുദ്ധമായിട്ടുള്ള വരുന്ന ആളുകളോട് ക്രോധമുണ്ടാകും. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ എന്നൊക്കെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ തലത്തിലേക്ക് തന്റെ ഇഷ്ടവസ്തുക്കൾ നേടാൻ സാധിക്കാതെ വരുന്ന സമയത്ത് മറ്റുള്ള ആളുകളാണ് അതിന് തടസ്സം എന്ന് കരുതി അവരോടൊക്കെ കോപിക്കും, കലഹമുണ്ടാക്കും. ഇങ്ങനെ കരോതി വിഗ്രഹം കാമി കാമിഷ്വന്തായ ചാത്മനഃ, തന്റെ ആത്മനാശത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കലഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ട് തന്റെ ഈ ശരീരത്തിൽ അഹം മമേതി അസദ്ഗ്രാഹ കരോതി കുമതിർമതി, തന്റെ ഈ ശരീരത്തിൽ ഞാനെന്നും ആ അഭിമാനം, അത്യാസക്തി ഉണ്ടാവും. അങ്ങനെ തന്നോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വസ്തുക്കളിൽ എന്റേത് എന്നുള്ള ആ അഭിനിവേശവും വളരെ കേമമായിട്ട് വളരെയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് തന്റെ ഇഷ്ടവസ്തുക്കൾ നേടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവിദ്യ, കർമ്മങ്ങൾ, ഇവ കൊണ്ടൊക്കെ ബന്ധിക്കുന്നതായിട്ടുള്ള ദേഹക്ലേശങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ട് അനുയാനം ചെയ്യുന്നതായിട്ടുള്ള ദേഹത്തിന് വേണ്ടി ജീവനെ ബദ്ധമാക്കി സംസാരം വരുത്തി തീർക്കുന്നതായിട്ടുള്ള കാമ്യകർമ്മങ്ങളാണ് വീണ്ടും അനുഷ്ഠിക്കുക. യൗവനാവസ്ഥയിൽ നേരത്തെ പറഞ്ഞു പുണ്യം ഇല്ലാത്തൊരു ജീവന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മനുഷ്യജന്മം തനിക്ക് വീണ്ടും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനെ എന്തെങ്കിലും സത്സംഗത്തിനോ വിവേകപൂർണമായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോഴേക്ക് പിന്നീട് യൗവനാവസ്ഥയിലെത്തുമ്പോഴേക്ക് കൂട്ടുകാരുമായിട്ട് കൂടി മദ്യപാനം, മറ്റ് ലഹരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കും തൻ്റെതായിട്ടുള്ള ആ ഒരു അഭിമാനം കൊണ്ട് മറ്റുള്ളവരോട് കലഹത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങും. കാരണം സത്കർമ്മങ്ങൾ ചെയ്യാനോ ഏതെങ്കിലും നല്ല ആളുകളുമായിട്ടുള്ള സത്സമ്പർക്കത്തിനോ ഏതെങ്കിലും നല്ല ഗുരുനാഥന്മാരെ ആശ്രയിക്കാനോ ഒന്നുള്ള ആ ഒരു ബുദ്ധി ഉണ്ടാവില്ല. കാരണം അതിനുള്ള പുണ്യങ്ങളൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും ഈ കർമ്മബന്ധനങ്ങളെ തന്നെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളിലാണ് ഏർപ്പെടുക. അപ്പോഴേക്ക് പിന്നീട് തനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തുന്നു, ജീവിത പങ്കാളിയായിട്ട് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരുമായിട്ട് വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഏർപ്പാട് ചെയ്യുന്നു. ഇപ്പൊ യൗവനം ശരിക്കും നമ്മുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലമാണ്. യൗവനാവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതം തീരുമാനിക്കുന്നത്. തന്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും
ഉത്കൃഷ്ടമായിട്ട് പ്രവർത്തിക്കാൻ, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് യൗവനാവസ്ഥയാണ്. ആ യൗവനാവസ്ഥയിലാണെങ്കിൽ ഒന്നുകിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഒപ്പം നല്ല രീതിയിൽ ധനസമ്പാദനം ചെയ്ത് തന്റെ ഭാവിയിൽ, കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് തന്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും, ആ സമയത്തൊക്കെ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനൊന്നും സാധിക്കില്ല. കിട്ടുന്ന കാശുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ധൂർത്തടിച്ച് മറ്റുള്ളവരോട് വിദ്വേഷവും വൈരാഗ്യമൊക്കെ വളർത്തി അങ്ങനെ ജീവിക്കാനേ ആ ജീവന് സാധിക്കൂ. അപ്പൊ ഈ യൗവനകാലം ഒരിക്കലും ദുസ്സംഗം കൊണ്ട് ദുഷിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സത്യം, ശുദ്ധി, ദയ, മൗനം, ബുദ്ധി, ഐശ്വര്യം, ലജ്ജ, കീർത്തി, ക്ഷമ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയുമൊക്കെ അടക്കം, സൗഭാഗ്യം, ഈ ഗുണങ്ങളൊക്കെ ഈശ്വരപ്രാപ്തിക്ക് അത്യന്ത അപേക്ഷിതമായിട്ടുള്ളതാണ്. അത് നമ്മൾ വളർത്തേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ സദ്ഗുണങ്ങളാണ്. ഇവയൊക്കെ തന്നെ ഈ ദുർജന സംസർഗം കൊണ്ട് വളരെ വേഗത്തിൽ നശിക്കും. നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉള്ളതാണ് ഈ നന്മകളൊക്കെ. എന്നാൽ എത്ര നല്ല വസ്തുക്കളാണെങ്കിലും ദുഷിച്ച വസ്തുക്കളുമായിട്ട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ആ ദുഷിച്ചതിന്റെ ആ ദുർഗന്ധമാണ് ആ വസ്തുവിലും ക്രമേണ വന്നു ചേരുക. അങ്ങനെ നല്ല വസ്തു പോലും ദുർഗന്ധമുള്ളതായി തീരും. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യനും ദുർജനങ്ങളുമായിട്ട് സമ്പർക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്രമേണ അയാളിലുള്ളതായ ആ നന്മകൾ മുഴുവൻ ഇല്ലാതെ ആയിത്തീരും. അതുകൊണ്ട് ഒരിക്കലും ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിനൊരിക്കലും ശാന്തതയില്ലാത്തവരും മൂഢന്മാരും സ്ത്രീകളുടെ കളിക്കുരങ്ങന്മാരായി കഴിയുന്നവരുമായിട്ടുള്ള പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളാണ് ദുർജനങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സൊരിക്കലും സ്വസ്ഥമായിരിക്കില്ല. വിവേകബുദ്ധി ഇല്ലാത്തവരായിരിക്കും, സ്ത്രീജിതന്മാരായിട്ടിരിക്കും. അവരോട് ഒരു രീതിയിലും അടുത്ത് പെരുമാറരുത്. സ്ത്രീകളോടും സ്ത്രീസക്തന്മാരോടുമുള്ള ചേർച്ച കൊണ്ടുണ്ടാവുന്ന അവിവേകവും ബന്ധവും മറ്റൊന്നിനോടും ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിൽ വെച്ച് സർവ ഉത്കൃഷ്ടനും പരമജ്ഞാനിയുമാണല്ലോ ബ്രഹ്മാവ്. അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ടവളാണ് സരസ്വതി. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന്റെ മകളാണ്. എന്നാൽ ആ സരസ്വതിയുടെ സൗന്ദര്യം കണ്ട് ബ്രഹ്മദേവൻ ഭ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ലോകത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പെട്ട് ആ സ്ത്രീകളുടെ ആകർഷണ ശക്തിയിൽപ്പെട്ട് അവരുടെ ആ മായയിൽ വീണ് നശിക്കുന്നവർ എത്രയോ പേരുണ്ട്. നാരായണ മഹർഷിക്ക് ഒരാൾക്ക് മാത്രമാണ് അതിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അമ്മേ, എന്റെ സ്ത്രീ സ്വരൂപത്തിലുള്ള മായയുടെ ശക്തി എത്ര പ്രബലമാണ് എന്നുള്ളത് നോക്കൂ. എല്ലാ ദിക്കുകളെയും ജയിച്ച ചക്രവർത്തിമാരെ പോലും സ്ത്രീകൾ പുരികക്കൊടികളുടെ വെറും ഒരു ചലനം കൊണ്ട് തങ്ങളുടെ കാൽക്കൽ നമസ്കരിക്കുന്ന അടിമകളാക്കി തീർക്കുന്നുണ്ട്. അത്രയും പ്രബലമാണ് ഈ സ്ത്രീ സംഘം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രബലത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ജയിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് യോഗം കൊണ്ട് മനസ്സടക്കി ആത്മസാക്ഷാത്കാരം സാധിച്ചാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്ന പുരുഷൻ ഒരിക്കലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ അടുക്കരുത് എന്ന് പറയണം. സത്സംഗം കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്ന് ആത്മജ്ഞാനം ഉണ്ടാവും. സ്ത്രീകളോടുള്ള ചർച്ച കൊണ്ടാണെങ്കിലോ മനസ്സ് തമോ ഗുണപ്രധാനമായി തീർന്ന് ജീവൻ നരകത്തിൽ വീഴാനും ഇടയായിത്തീരും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈശ്വരപ്രാപ്തിക്കായിട്ട് പരിശ്രമിക്കുന്ന സാധകൻ ഈ വിഷയങ്ങളെ പുല്ലുമൂടിയിട്ടുള്ള കിണറിനെ പോലെയാണ് കാണേണ്ടത് എന്നാണ്. കാരണം പുല്ലുമൂടിക്കിടക്കുന്ന കിണറ്റിലേക്ക് വീണു കഴിഞ്ഞാൽ കിണറാണെന്ന് തോന്നില്ല. പക്ഷേ കാടും പടലും പിടിച്ച് മൂടിക്കിടക്കുന്നതായിട്ടുള്ള ആ കിണറ് അത് തന്റെ അന്തകനാണ്, അല്ലെങ്കിൽ അതിലേക്ക് വീണു കഴിഞ്ഞാൽ ഒരിക്കലും കരകയറാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് പോലെ സ്ത്രീ എന്നുള്ളത് ഇതുപോലെയാണ്, തന്റെ ആത്മനാശത്തിന് കാരണമായി തീരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരത്തിന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള
വ്യക്തികൾ ഈ സ്ത്രീകളിലുള്ള ആസക്തി ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഇവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഒന്ന് മോക്ഷമാർഗത്തിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസാരബന്ധം വരരുത്, അല്ലെങ്കിൽ തനിക്ക് ഈശ്വരപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സ്ത്രീ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്നുള്ളതാണ്. അതിലേക്ക് പരമാവധി പ്രവേശിക്കാതിരിക്കുക. കാരണം ഒരു പ്രാവശ്യം വീണു കഴിഞ്ഞാൽ ആന കുഴിയിൽ വീണതുപോലെയാണ്. അതിൽ നിന്ന് കരകയറുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം അതിന്റെ ഭാരവും ബാക്കിയുള്ള ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം ഒരു മോഹനം മാത്രമാണ്. ആദ്യം തോന്നും വളരെ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണെന്നൊക്കെ തോന്നും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. എന്നാൽ അവിടുന്ന് കയറി പോരാനും സാധിക്കില്ല. ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. എന്നാൽ അതിനർത്ഥം എല്ലാവരും വിവാഹം കഴിക്കാതെ സന്യാസിമാരായി മാറണം എന്നാണോ എന്നാണെങ്കിൽ അങ്ങനെ ഒരിക്കലുമല്ല. കാരണം പൂർണ്ണ വിരക്തി വരാത്ത ഒരാൾ ഒരിക്കലും സന്യസിക്കരുത് എന്നുള്ളതാണ് ശാസ്ത്ര സിദ്ധാന്തം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളതാണ്. കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ നിസ്സാരത മനസ്സിലാകുന്നതും പൂർണ്ണ വൈരാഗ്യം വരുന്നതും. അല്ലെങ്കിൽ വീണ്ടും വിഷയങ്ങളിലുള്ള താല്പര്യം ഉള്ളിൽ കിടക്കും. അത് നമ്മുടെ അധപ്പതനത്തിന് കാരണമായി തീരുമെന്നുള്ളതുകൊണ്ടാണ് ആചാര്യന്മാർ അത്രയും എടുത്തു പറയുന്നത്. പിന്നീട് രണ്ടാമതൊരു കാര്യം, ഇവിടെ പലപ്പോഴും നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നു, സ്ത്രീകൾ അമ്മമാരാണ്, അതുപോലെ സ്ത്രീകൾ എത്രയോ നല്ല സ്ത്രീകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ മുഴുവൻ അടച്ചിങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് പലപ്പോഴും പലരുടെ ഉള്ളിലും തോന്നാം. ഇത് ദേവീ ഭാഗവതത്തിൽ ഇതിനെക്കുറിച്ച് ശംഖചൂടനും തുളസിയും തമ്മിലുള്ള ഒരു സംവാദം വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ശംഖചൂടൻ ഒരു ഗോലോകത്തുള്ള ഒരു ഭഗവാന്റെ പാർഷദനായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഒരു ഗോപികയാണ് തുളസി. അപ്പൊ അവരുടെ സംവാദം പിന്നീട് ശംഖചൂടനും തുളസിയായിട്ട് വരുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾ എല്ലാവരും നിന്ദ്യരായിട്ടുള്ള ആളുകളല്ല, എല്ലാവരും മോശമായിട്ടുള്ള ആളുകളല്ല. കാരണം സ്ത്രീകളിൽ തന്നെയാണ് സരസ്വതി, മഹാലക്ഷ്മി, ഇതുപോലെയുള്ള ദേവിമാരുണ്ട്, ആരാധ്യരായിട്ടുള്ള ദേവിമാരുണ്ട്. അതുപോലെ എത്രയോ വീരാംഗനകളുണ്ട്, വീരസ്ത്രീകളുണ്ട്. ഇവരൊക്കെ ആദരണീയരായിട്ടുള്ള ആളുകളാണ്, പൂജാർഹരായിട്ടുള്ള ആളുകളാണ്, സ്തുത്യരാണ്. അപ്പൊ അതുകൊണ്ട് ഈശ്വരതുല്യമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്, പൂജ്യരായിട്ടുള്ള ആളുകൾ. എന്നാൽ താടകയും സ്ത്രീയായിരുന്നു, പൂതനയും സ്ത്രീയായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും പൂജ്യരാണ് എന്നർത്ഥമില്ല. പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളോടുകൂടി ചെയ്യുന്ന സ്ത്രീകളെ ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. അപ്പൊ അതുകൊണ്ട് മോശമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന സമയത്ത് നിന്ദ്യരായിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള, അത് പുരുഷന്മാരും അങ്ങനെയാണ്. നിന്ദ്യരായിട്ടുള്ള നീചരായിട്ടുള്ള പുരുഷന്മാരുണ്ട്, ആരാധ്യരായിട്ടുള്ള പുരുഷരുണ്ട്. അത് എല്ലാവരിലും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരെന്നുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഇതിൽ ബാധകമല്ല. എല്ലാവരുടെയും സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചാണ് ഈ പറയുന്നത്. കാരണം അന്ന് ഇത് ഈ പുരുഷന്മാരുടെ കാര്യത്തിൽ എടുത്തു പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് പുരുഷന്മാരാണ് അധികം ഇങ്ങനെ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ സന്യാസ മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല ആ മുമ്പ്. അതുകൊണ്ട് ആ സമയത്ത് പുരുഷന്മാരിരിക്കുന്നതായിട്ടുള്ള ഒരു സഭയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത്. കാരണം സ്ത്രീകൾ അങ്ങനെ സാധന മാർഗത്തിൽ പോകുന്നില്ല. അപ്പൊ സ്ത്രീകളായിട്ടുള്ള ശിഷ്യകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഇതുപോലുള്ള പുരുഷന്മാരുടെ അടുത്തും പോകരുത് എന്നാണ് പറയുക. കാരണം പുരുഷന്മാരിലും ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ പുരുഷന്മാരും യോഗ്യന്മാരൊന്നുമല്ല. എന്നാൽ യോഗ്യന്മാരായിട്ടുള്ള പുരുഷന്മാരുണ്ട്. എല്ലാ സ്ത്രീകളും യോഗ്യരല്ല, എന്നാൽ യോഗ്യരായിട്ടുള്ള സ്ത്രീകളുമുണ്ട്. അപ്പൊ ഇത് നമ്മൾ വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ സാധിക്കില്ല.
അത് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ പലപ്പോഴും പല ആളുകളും നമ്മൾ ഇന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ അങ്ങനെ അവരെ നിന്ദിക്കുന്നു, ഇവരെ നിന്ദിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാ കാലത്തും പ്രസക്തമാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ ജീവൻ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നു. തന്റെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് ആ യുവാവായിട്ടുള്ള ജീവൻ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് തന്റെ സർവസ്വമായി തന്റെ ഭാര്യയെ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോലെ തന്നെ തന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി തന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയതായിട്ടുള്ള മാതാപിതാക്കളെ തിരസ്കരിക്കുന്നു. അവരെ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്റെ ഭാര്യയും കുട്ടികളും മാത്രമാണ് തന്റെ ലോകം എന്നുള്ള രീതിയിൽ അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ദുഷ്കർമ്മവും ചെയ്യാവുന്ന രീതിയിൽ പ്രവൃത്തികൾ വീണ്ടും ചെയ്തു വരുന്നു. അങ്ങനെ തന്റെ ശരീരബലം കൊണ്ടും തന്റെ സാമർഥ്യം കൊണ്ടും എന്തെല്ലാം ചെയ്യാമോ ആ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് അവസാനം തനിക്ക് തന്റെ സന്താനങ്ങൾ ഉണ്ടാകുന്നു. സന്താനങ്ങളെയൊക്കെ വളർത്തി വലുതാക്കുന്നു. ക്രമേണ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും വാർദ്ധക്യം എന്നുള്ളതായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. വാർദ്ധക്യത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ മക്കളൊക്കെ പ്രബലന്മാരായി വരും. നമ്മുടെ ശരീരശേഷി കുറഞ്ഞു വരും. ശരീരശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് വീട്ടിൽ വിലയില്ലാതെ വരും. നമ്മൾ പറഞ്ഞത് കേൾക്കുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പൊ നമ്മുടെ ഷാരോടി മാഷൊക്കെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് നാട് വിറപ്പിച്ച് നടന്നിരുന്നതായിട്ടുള്ള ആ പ്രബലനായ ആൾ ഇപ്പൊ സ്വയം വിറയ്ക്കാൻ തുടങ്ങും ശരീരത്തിന്റെ ശേഷി കുറയുന്ന സമയത്ത്. ലോകം മുഴുവൻ പറന്ന് സഞ്ചരിച്ചിരുന്ന ആള് ഇപ്പൊ തന്റെ വീടിന്റെ ഉമ്മറവും കഷ്ടിച്ച് മുറ്റവും വരെയായിട്ട് നടന്ന്, കാരണം അധികം കൂടുതൽ നടക്കാൻ സാധിക്കില്ല, ശരീരം മുഴുവൻ പഞ്ചറായിരിക്കുകയാണ്. അപ്പൊ ക്രച്ചസോ അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി തന്റെ വീട്ടിന്റെ ഉമ്മറവും താൻ കിടക്കുന്ന മുറിയും ഉമ്മറവും കൂടി വന്നാൽ മുറ്റവും എന്നുള്ള പരിധിയിലേക്ക് തന്റെ സഞ്ചാരം കുറയ്ക്കും. വളരെ ആദരവോടും ഭയഭക്തി ബഹുമാനങ്ങളോടെയും കണ്ടിരുന്ന ആളുകളൊക്കെ തിരസ്കാരത്തോടുകൂടി അവഗണനയോടുകൂടി കാണാൻ തുടങ്ങും. അങ്ങനെ അവഗണനയോടുകൂടി കാണാൻ തുടങ്ങുന്നല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും പഴയതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ശേഷി കുറയുന്നതിനനുസരിച്ച് രോഗങ്ങൾ ബാധിക്കാൻ തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ പഴയതുപോലെയുള്ള കയ്യിൽ കാശൊന്നുമില്ല, വരുമാനമില്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും അതിന്റെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയിരുന്നത് താനാണ്. ധാരാളം കാശുണ്ടായിരുന്നു, പ്രഭുവിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ തനിക്കൊരു എന്തെങ്കിലും ഒരു കാശ് സ്വതന്ത്രമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ കൈനീട്ടുന്ന സമയത്ത് അവർ ചോദിക്കും, എന്താ ഇതിങ്ങനെ കാശിന്റെ ആവശ്യം, മിണ്ടാണ്ടിരുന്നൂടെ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചൂടെ, എന്താ കാര്യം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും. വേണ്ട സമയത്ത് മരുന്നോ ഭക്ഷണമോ ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോഴേക്കും പിന്നീട് മലമൂത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ വീണ്ടും പഴയതുപോലെ കേൾക്കുകയും കേൾക്കാതെയും ഒക്കെ നിന്ദിക്കാൻ തുടങ്ങും. ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം, ഇത് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായി, ഇങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ വേദനയുണ്ടാവും. കാരണം ഈ കുടുംബത്തിന് വേണ്ടി തന്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ച, തന്റെ ആരോഗ്യം മുഴുവൻ ചെലവഴിച്ചതായിട്ടുള്ള താൻ ഇപ്പൊ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ഭാരമായിട്ട് തന്റെ മരണത്തിന് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നു. ഈ കുട്ടികളെയൊക്കെ അപ്പോൾ ഈ കിളവനൊക്കെ ഓർമ്മ വരും. അർദ്ധരാത്രിയിൽ തന്റെ മക്കൾ വയറുവേദന എടുത്ത സമയത്ത് ഉറങ്ങാതെ അവരെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതും ഡോക്ടറുടെ മുമ്പിൽ കാത്തിരുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആ മക്കളാണ് അല്ലെങ്കിൽ മരുമക്കളാണ് ഇപ്പോ തന്റെ മരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ വലിയ ദുഃഖം തോന്നും. കാരണം ഇവർക്കൊക്കെ വേണ്ടിയായിരുന്നുവല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടത് എന്നൊക്കെ വിചാരിച്ച് വലിയതായിട്ടുള്ള ദുഃഖമൊക്കെ അനുഭവിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും കയ്യിൽ പെടുന്നതല്ല. അങ്ങനെ അവസാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
വീണ്ടും മരണത്തിന്റെ വായിലേക്ക് പ്രവേശിക്കും. മരിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള അവസ്ഥയാണ്. അപ്പൊ ഈ ദേഹം മുക്തി കിട്ടുന്നത് വരെ ജീവനെ അനുഗമിക്കുന്നതായിട്ടുള്ള ഭോഗസാധനമാണ്. ജീവോഹ്യസ്യ അനുഗോ ദേഹോ ഭൂതേന്ദ്രിയ മനോമയ തന്നിരോധ അസ്യ മരണം ആവിർഭാവസ്തു സംഭവ. ഈ ശരീരമാണ്, ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്ന കാലം വരെ ഇതാണല്ലോ നമ്മുടെ ഏറ്റവും കൂടെയുള്ളതായിട്ടുള്ള സമ്പത്ത്. നമ്മളെ വിട്ടുപിരിയാത്ത ജീവിക്കുന്ന കാലത്തോളം കാലം നമ്മുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സമ്പത്താണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിയും. എന്നാലും മരണം വരെ ഈ ദേഹം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ ആ ദേഹവും മരണത്തോടുകൂടി വിട്ടുപോകും. അപ്പോൾ നമ്മുടെ ഈ ദേഹത്തിലുള്ള അഭിമാനം വിട്ട് ഈ ജീവൻ അതിൽ നിന്ന് വേർപ്പെടുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. തന്റെ കർമ്മഫലം അനുഭവിക്കുന്നതിന് പുതിയൊരു ശരീരം കിട്ടുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. സുഷുപ്തിയും ഉണരലും ഒരു തരത്തിൽ ജനന മരണങ്ങൾ തന്നെയാണ്. കാരണം സുഷുപ്തിയിലും നമ്മൾ ഒന്നും അറിയുന്നില്ല. എന്നാൽ സുഷുപ്തിയിൽ സംഭവിക്കുന്ന കാര്യം ഈ ദേഹത്തിൽ താൽക്കാലികമായിട്ടുള്ള അഭിമാന നാശം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഉറങ്ങി എണീറ്റ താൻ തന്നെയാണ് ഈ തിരിച്ചു വന്നിട്ടുള്ളതെന്ന് ഉറക്കമെണീറ്റ ആൾക്ക് ബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ അഭിമാനം നഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂടി അത് താൽക്കാലികമാണ്. എന്നാൽ ഈ ദേഹത്തിൽ നിന്നുള്ള അഭിമാനം എന്നേക്കുമായിട്ട് വിട്ടുമാറുന്നതാണ് മരണം എന്ന് പറയുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള ഒരു ജന്മം വീണ്ടും കിട്ടും. ആ കിട്ടുന്നതായിട്ടുള്ള ശരീരത്തിൽ വീണ്ടും നമ്മൾ അഭിമാനിക്കുന്നു. ആ അഭിമാനിക്കുന്നതിനനുസരിച്ച് വീണ്ടും തന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലപ്പോൾ കണ്ണിന് ഈ കാചം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം, തിമിരം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ദോഷം വരുന്ന സമയത്ത് കണ്ണിന് തിമിരം വന്നു, അല്ലെങ്കിൽ ചെവിക്ക് കേൾവിക്കുറവ് വന്നു. അപ്പോൾ വാസ്തവത്തിൽ വരുന്നത് കണ്ണിനും ചെവിക്കും ഒക്കെയാണ്, ഇന്ദ്രിയങ്ങൾക്കാണ് ദോഷം വരുന്നത്. എന്നാൽ ജീവൻ വിചാരിക്കുന്നത് അത് തന്നെ ബാധിച്ചതായിട്ടാണ്. ഞാൻ അന്ധനായി, ഞാൻ ബധിരനായി എന്നുള്ള രീതിയിൽ ദ്രഷ്ടാവായിട്ടുള്ള ജീവനും ഇന്ദ്രിയങ്ങളുമായിട്ട് അത്രയും താതാത്മ്യപ്പെടുന്നു. കാരണം അതിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മാവാണ് താൻ എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ ഈ ജീവന്റെ ഉപാധി എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമാണ്, സ്ഥൂല ശരീരമല്ല. ഈ സ്ഥൂല ശരീരം തൽക്കാലത്തേക്ക് നമ്മൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മരണത്തോടു കൂടിയിട്ട് സ്ഥൂല ശരീരവുമായിട്ടുള്ള ബന്ധം മാത്രമേ നഷ്ടമാകുന്നുള്ളൂ. സൂക്ഷ്മ ശരീരമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നില്ല. കാരണം സൂക്ഷ്മ ശരീരം ജ്ഞാനം കൊണ്ട് മാത്രമേ നശിക്കൂ. 10 ഇന്ദ്രിയങ്ങളും 5 പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും കൂടിച്ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. 17 ഘടകങ്ങൾ എന്ന് പറയും. ഈ മനസ്സും ബുദ്ധിയും എന്ന് പറയുമ്പോൾ അതിൽ ചിത്തവും അഹങ്കാരവും അന്തർഭൂതമായിട്ടുണ്ട്, അന്ധക്കരണം ഉള്ളതാണ്. അപ്പൊ ഈ ജീവൻ ഇവിടം വിട്ട് ഈ ശരീരം വിട്ട് ആദിവാഹിക ദേഹത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുനർജന്മത്തിന് വേണ്ടിയിട്ട് പോകുന്നതായിട്ടുള്ള ജീവൻ ഈ ഉപാധികളോട് കൂടിയിട്ടാണ് പോകുന്നത്. 10 ഇന്ദ്രിയങ്ങളും ഉണ്ടാവും, 5 പ്രാണനുണ്ടാവും, അന്ധക്കരണം മനസ്സും ബുദ്ധിയും, ഇങ്ങനെയുള്ള 17 ഘടകങ്ങളോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് 17 ഘടകങ്ങളാൽ ആവേഷ്ടനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ജീവനാണ് അവിടെ പോകുന്നത്. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ചൈതന്യമല്ല പുനർജന്മത്തിന് പോകുന്നത്, മറിച്ച് ഈ ഘടകങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അത് നശിക്കാതിരിക്കുന്നതായിട്ടുള്ള, അപ്പൊ ആ സൂക്ഷ്മ ശരീരം നശിക്കാതിരിക്കുന്ന കാലം വരെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സ്വർഗം, നരകം, ഭൂമി, ഈ ലോകങ്ങളിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. പുണ്യം കൂടിയ സ്വർഗത്ത് പോവും, പാപം കൂടിയ നരകത്ത് പോവും, മധ്യമമായിട്ടുള്ള അവസ്ഥയിൽ ഭൂമിയിൽ വരും. ഭൂമിയാണ് കർമ്മം ചെയ്യുന്നതിനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാലും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ പുണ്യകർമാവും അല്ലെങ്കിൽ പാപകർമ്മമാവും ചെയ്യുക. അത് ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയണം. സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ വിടുന്ന സമയത്ത് മരിക്കുന്നു എന്ന് പറയണു. മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുമ്പോൾ ജനിക്കുന്നു എന്ന് പറയുന്നു. ഈ ജനനവും മരണവും വാസ്തവത്തിൽ ഒരു തോന്നപ്പെടുന്നതാണ് എന്ന് പറയണം. സ്ഥൂല ശരീരത്തിന്റെ ഉത്പത്തിയും നാശവും തന്റേതായി ജീവൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഭയം, പരിഭ്രമം, ദീനത ഇവയൊക്കെ അകറ്റിക്കൊണ്ട് ജീവൻ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അതീതനാണ് എന്ന് ബോധിച്ച് നിസ്സംഗനായി സഞ്ചരിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും അഷ്ടാംഗയോഗം കൊണ്ട് മനസ്സിനെയും അടക്കി എല്ലാത്തിനെയും ആത്മസ്വരൂപേണ കാണലാകുന്ന സമദർശനത്തോടുകൂടിയ ബുദ്ധി കൊണ്ട് ശരീരാഭിമാനത്തെ അകറ്റി ആത്മബോധം ദൃഢപ്പെടുത്തി ജീവൻ മുക്തനായി സഞ്ചരിക്കുകയാണ് വേണ്ടത് വിവേകിയായിട്ടുള്ള മനുഷ്യൻ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊക്കെ കാരണമായിട്ടുള്ള സത്സംഗം മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും ഈ ഒരു ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ അനുഭവിക്കുന്നതിന്റെ കൂടെ ഇടയ്ക്കൊക്കെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വീണ്ടും വിചാരം നമുക്ക് കിട്ടുന്നു. ഈ വീണ്ടും വിചാരത്തിന്റെ കൂടെ തന്നെ ദിവസവും കുറച്ചു സമയം ഈശ്വര ഭജനം ചെയ്യുക, മനസ്സിനെ ശുദ്ധമാക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ, കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ അത് പറഞ്ഞതുപോലെ തന്നെ പരമാവധി ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ജീവന്റെ ശുദ്ധിക്കനുസരിച്ച് വേണമെങ്കിൽ മോക്ഷം നേടാം. മോക്ഷം നേടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ചുരുങ്ങിയ പക്ഷം നമുക്കൊരു ഉത്കൃഷ്ടമായിട്ടുള്ള നല്ല ഒരു ജന്മമെങ്കിലും സാധിക്കും. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കർമ്മഗതിയെക്കുറിച്ചുള്ളതായ ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.